INL കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യിൽ പാർട്ടി വിട്ടു. കാസിം ഇരിക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി. നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സിറാജ് തയ്യിൽ പറഞ്ഞു. ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ INL ജില്ലാ പ്രസിഡന്റിനെ രാജിവെക്കുകയാണ്. എന്താണ് ഈ രാജിയിൽ അദ്ദേഹം പറയുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ് INLന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യിൽ ഇന്ന് രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്വവും അതുപോലെ തന്നെ ഉൾപാർട്ടി ജനാധിപത്യവും INL നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിറാജ് തയ്യൽ രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വവുമായി കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ INL നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. 2020-ൽ 3 ഡിവിഷനുകളാണ് INL മത്സരിക്കാൻ നൽകിയത്. ഇത്തവണ അത് 4 ഡിവിഷൻ നൽകണമെന്നൊരു ആവശ്യം INL ഉന്നയിച്ചു. പക്ഷേ ഇതിനകത്ത് ഏകപക്ഷീയമായി കാസിം ഇരിക്കൂർ ഇടപെട്ട് 3 ഡിവിഷൻ മാത്രം മതി ഇത്തവണയും എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ INLന്റെ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന സിറാജ് തയ്യിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാസിം ഇരിക്കൂർ തന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് പാർട്ടിയെ മാറ്റിയിരിക്കുന്നു, അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സിറാജ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി വരുന്ന നാളുകളിൽ നാഷണൽ ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും സിറാജ് തയ്യിൽ വ്യക്തമാക്കുന്നുണ്ട്. നാഷണൽ ലീഗിന്റെ ഭാരവാഹികളും സിറാജ് തയ്യിലിനൊപ്പം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി സഖ്യ ചർച്ചകൾ, സീറ്റ് ധാരണകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സീറ്റ് ലഭിക്കുകയാണെങ്കിൽ സിറാജ് തയ്യലിനെ അവർക്ക് ലഭിക്കുന്ന ഡിവിഷനിൽ മത്സരിപ്പിക്കുമെന്നുള്ളതാണ് നാഷണൽ ലീഗ് അധികൃതരും പറഞ്ഞിരിക്കുന്നത്. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.